ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കാത്തിരുന്ന് ഏറ്റവും അവസാനം പരീക്ഷയുടെ വക്കത്തെത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷനുകളൊക്കെ വളരെ മികച്ച രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ടാകും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും തുടക്കത്തിൽ തന്നെ നേരുകയാണ്. വിസ്ഡം എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ വെഫി എന്ന് പറയുന്ന വിദ്യാഭ്യാസ സമിതിയുടെ കീഴിൽ വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. എക്സലൻസി ടെസ്റ്റ് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ട മോട്ടിവേഷൻ ക്ലാസ്സുകൾ, അതുപോലെ കരിയർ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ, എഡ്യൂസൈൻ കരിയർ എക്സ്പോ, ഇങ്ങനെ തുടങ്ങിയ വിവിധ പദ്ധതി പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ പദ്ധതി പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു സെഷൻ ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരേണ്ട പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലൂടെ കടത്തിക്കൊണ്ടു പോകാൻ വേണ്ടി കൂടിയാണ് ഈ ഒരു സെഷന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പ്ലസ് വണ്ണുകാരായതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അക്കൗണ്ടൻസി എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും മാത്സ് പേടിയാണെന്ന് പറഞ്ഞ പോലെ അക്കൗണ്ടൻസി പേടിയാണ് എന്ന് പറയുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷേ അത്ര വലിയ പേടിച്ച് കാണേണ്ട ഒരു സംഗതിയേ അല്ല നമ്മൾ ഈ ഒരു അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. ഞാൻ വളരെ ചെറിയ ഒരു ഉദാഹരണം നമുക്ക് വളരെ ബേസ് ലെവലിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നോക്കൂ, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ പ്രധാനപ്പെട്ട റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥാപനത്തിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടി ചെയ്യുന്നത് ചോദിച്ചാൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ലാഭവും നഷ്ടവും അതുപോലെ തന്നെ വരവും ചെലവും എല്ലാം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ചെയ്യുന്നത്. ഇതെല്ലാം കണക്കാക്കിയാലാണല്ലോ അതിൻ്റെ ഓണേഴ്സിന് ഇങ്ങനെ ഈ ഒരു സ്ഥാപനം ഇങ്ങനെ നല്ല രൂപത്തിൽ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കൂ, വളരെ വളരെ സിമ്പിൾ ലെവലിൽ പറയുകയാണെങ്കിൽ, നോക്കൂ, നമ്മളൊരു നാട്ടിൻ പുറത്തുള്ള ഒരു ചെറിയൊരു പലചരക്ക് കട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഓരോരുത്തരും വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടു പോകുന്നു. ദെൻ അവിടെയുള്ള ആ ഒരു കട നടത്തിപ്പുകാരന് ആ കാര്യങ്ങളൊക്കെ ക്യാഷായിട്ട് വാങ്ങുന്നത്, ക്യാഷ് വാങ്ങിയിട്ട് സാധനങ്ങൾ കൊടുക്കുന്നു. കടത്തിന് വാങ്ങുന്ന സാധനങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വെക്കുന്നു. അത് കഴിഞ്ഞ് കുറേ സാധനങ്ങൾ കടയിലേക്ക് വീണ്ടും ഇറക്കുന്നു. അത് ക്യാഷ് കൊടുക്കുന്നത് ക്യാഷായിട്ടുള്ളത് അവിടെ എഴുതി വെക്കും. ദെൻ അതല്ല ഇനി പിന്നീട് കൊടുക്കാനുള്ളതാണെങ്കിൽ അയാൾ അത് പിന്നീട് എഴുതി വെക്കും. ഇങ്ങനെ ചെറിയ ചെറിയ പേപ്പർ കഷ്ണങ്ങളിലും ചെറിയ ബുക്കുകളിലൊക്കെ ആയിട്ട് എഴുതി വെക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇനി ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ക്യാഷ് സാധനം വാങ്ങി തരാനുണ്ടല്ലോ, അത് എത്രയെന്ന് ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞ ആഴ്ചയാണ്. അപ്പോൾ ഒരു 7-8 ദിവസങ്ങളൊക്കെ ചിലപ്പോൾ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ 10-15 ദിവസത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ആളുകൾ സ്ഥാപനത്തിൽ കയറി ഇറങ്ങി പോയിട്ടുണ്ടാകും. ഇത് ഓരോന്നും പേജ് ബൈ പേജ് അതിങ്ങനെ അരിച്ചു പെറുക്കി എടുക്കുക എന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആയ ഒരു കാര്യമാണ്. അത്രയും സമയം ചിലപ്പോൾ കസ്റ്റമർക്ക് ഉണ്ടാവില്ല. അപ്പോഴാണ് ഇതൊരു സിസ്റ്റമാറ്റിക് ആവണം എന്നതിൻ്റെ ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? ഇത് തന്നെയാണ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. നോക്കൂ, അയാൾ ഈ എഴുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളൊരു സിമ്പിൾ ജേണൽ എന്ന് പറയുന്ന കാര്യം. അതിങ്ങനെ തരാനുള്ളതും കൊടുക്കാനുള്ളതും കിട്ടിയതും കൊടുത്തതൊക്കെ ഇങ്ങനെ ഓരോ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുന്നത് നിങ്ങൾ ജേണലായിട്ട് സങ്കല്പിച്ചോ. അത് കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യുന്നു, ഇതൊരു ക്രോഡീകരിച്ച് ഒരു ബുക്കിലേക്ക് ഓരോ പേജാക്കിയിട്ട് മാറ്റുന്നത് സൗകര്യമല്ലേ ഒന്നുകൂടെ? അതതിൻ്റെ ലെഡ്ജറാണ്. നമ്മൾ സാധാരണഗതിയിൽ പഠിച്ചിട്ടുള്ള ലെഡ്ജറിനെ കുറിച്ചാണ് നമ്മൾ അത് പറയുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഒരു വർഷം അവസാനത്തിൽ ഇതെത്ര ലാഭം എത്ര, നഷ്ടം എത്ര, വരവെത്ര, ചിലവെത്ര എന്നൊക്കെ അറിയൽ പ്രധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും, ഒന്ന് ട്രയലായിട്ട് ഒരു ട്രയൽ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഒരു പേജ് നടുമടക്കിയിട്ട് അയാൾ കിട്ടാനുള്ളതും കൊടുക്കാനുള്ളതും കിട്ടിയതും കൊടുത്തതൊക്കെ അവിടെ എഴുതി വെക്കും. ഇതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ഇത് നോക്കിയിട്ടാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ആകെ വന്നത് ഇത്ര, ആകെ പോയത് ഇത്ര, ആകെ കിട്ടാനുള്ളത് ഇത്ര, ആകെ കിട്ടിയത് ഇത്ര, കൊടുക്കാനുള്ളത് ഇത്ര എന്ന് പറഞ്ഞ് ഓരോ തരം തിരിച്ച് എഴുതി വെച്ച് ഫൈനലി അതിൻ്റെ ലാഭവും നഷ്ടവും കണക്കാവുന്നത്. ഇതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇത് ഒരു അക്കൗണ്ടൻ്റ് ഇതൊരു സാധാരണക്കാരൻ ചെയ്യാന്ന് പറയുന്നത് ഹൈലി റിസ്ക് ആയതുകൊണ്ട് ഇത് ഒരു അക്കൗണ്ടിങ് എക്സ്പേർട്ടിനെ ഇത് ഏൽപ്പിക്കുന്നു. അവരാണ് അക്കൗണ്ടൻ്റ് എന്ന് പറയുന്നത്. ആ അക്കൗണ്ടൻ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ടൻസിയിലൂടെ പഠിക്കുന്നത്. നോക്കൂ, അത്രയും വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു അക്കൗണ്ടൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്തിനു ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എഴുതിയ ഒരു കാര്യം വേറെ ഒരാൾക്ക് മനസ്സിലാവണം. കാരണം ഇത് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള വേറെ ഒരാൾ ഇന്റേണൽ ചെക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നല്ലാതെ വേറെ ഹെഡ് ഓഫീസിൽ നിന്നോ മറ്റു പുറത്തുനിന്നൊക്കെ ആളുകളായിരിക്കും. അതാണ് എക്സ്റ്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്നത്, ഇവരായിരിക്കും. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും മനസ്സിലാവണമെങ്കിൽ
എന്ത് വേണം, നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളിത് ഓർഡറിൽ പഠിച്ചെടുക്കുന്നത്. ഓക്കെ, ഇത്രയുള്ള ഒരു അക്കൗണ്ടിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും എക്സാമിന് പോകുന്നതിന് മുന്നേ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യനുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വളരെ ഷോർട്ടായിട്ടുള്ള ടൈം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചിട്ട് വേണം ഇരിക്കാൻ എന്നുകൂടെ ഓർമ്മപ്പെടുത്തണം. ഓക്കെ, ദെൻ ഇതിൽ ആദ്യം തന്നെ അക്കൗണ്ടിങ് എന്താ എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഇതിൻ്റെ ഡെഫിനിഷനാണ് ചോദിക്കാറുള്ളത്. ഡിഫൈൻ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി നിങ്ങളുടെ ക്ലാസ് റൂമുകളിൽ പല തവണയായിട്ട് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദെൻ അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെഫിനിഷനില്ല, അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർത്തു വെക്കുക. അവിടെ അക്കൗണ്ടിങ് എന്ന ആർട്ടാണ്, അതൊരു പ്രധാനമാണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ അത് സ്പെഷ്യൽ സ്കില്ല് വേണ്ട ഒരു കാര്യമാണ്. ദെൻ ഒപ്പം തന്നെ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. കോളങ്ങളൊക്കെ വരച്ച് വരിയും നിരയും അതുപോലെ സബ് കോളങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ആണ് അതിൽ നടക്കുന്നത്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ കാര്യങ്ങൾ, അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ക്യാപിറ്റൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത ക്ലാസിഫിക്കേഷൻ അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ദെൻ അതാണ് ക്ലാസിഫൈയിങ്. അതുപോലെ സമ്മറൈസിങ് വേണം, അനലൈസിങ് വേണം, ഇൻ്റർപ്രിട്ടേഷൻ കാര്യങ്ങളൊക്കെ അതിൽ നടക്കണം എന്നുള്ളതാണ്. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. പല തവണകളിലായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇതിനൊപ്പം തന്നെ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതൊരു 3 മാർക്കിനാണ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളതിനെ നോക്കി വെക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ പ്രൈമറി ലെവലിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന് നിങ്ങൾ എക്സാമിന് ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് എത്ര മാർക്കിനാണ് നോക്കണം. 1 മാർക്കിനൊക്കെയാണ് ഈ ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ റൈറ്റ് എനി 2 ഒബ്ജക്റ്റീവ്സ് എന്നോ അല്ലെങ്കിൽ റൈറ്റ് എനി 3 ഒബ്ജക്റ്റീവ്സ് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ രൂപത്തിൽ തന്നെ ഷോർട്ടായിട്ട് ഒരു 3 ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ 2 ഒബ്ജക്റ്റീവ് എത്ര എണ്ണം ചോദിച്ചാൽ അത് കൊടുക്കുക. പക്ഷെ ഒരു 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ആദ്യം ഒബ്ജക്റ്റീവ് എഴുതുന്നതിൻ്റെ മുന്നേ തന്നെ അക്കൗണ്ടിങ് എന്താ എന്നതിനെ കുറിച്ച് ഒരു ചെറിയ എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്നിട്ട് താഴെ ഹെഡിങ് കൊടുക്കുക ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്ന്. അങ്ങനെ ആ ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതുക. ദെൻ പരമാവധി ഒരു 2 ലൈനിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കിട്ടും. 3 മാർക്കിനും 4 മാർക്കിനൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയാണത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നമുക്ക് ജസ്റ്റ് ടച്ച് ചെയ്യുക. ഒരു 4 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് നമുക്ക് എടുക്കാം. അതിലൊന്ന് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. അക്കൗണ്ടിങ് ചെയ്യുന്നത് തന്നെ ദെൻ ബിസിനസ് ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാം. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് രണ്ടാമത്തേത്. 3 ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആണ്. ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ്. ഈ സ്ഥാപനം ഇപ്പോൾ ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ യൂസേഴ്സിന് 4മത്തേത് പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സിന് ഇതിൻ്റെ വിവരങ്ങൾ കൈമാറണം. നോക്കൂ, ഒരു അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പറ്റും ആളുകൾ ഉണ്ടാവും. ഓണേഴ്സ് ഉണ്ടാവും, ദെൻ അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് ഉണ്ടാകും, ദെൻ സപ്ലയേഴ്സ് ഉണ്ടാവും, ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും, ഡെപ്റ്റേഴ്സ് ഉണ്ടാകും. ഇങ്ങനെ തുടങ്ങിയുള്ള വിവിധ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊക്കെ സ്ഥാപനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഈ വിവരങ്ങൾ വേണം. ഈ 4 പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ദെൻ നിങ്ങൾക്ക് അവസാന സമയത്ത് ഓർത്തെടുക്കാൻ പറ്റുകയും വേണം. ഓക്കെ, ദെൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന്. ദെൻ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, റിലയബിലിറ്റി ഈസ് വൺ ഓഫ് ദി ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്, ഗിവ് 2 more such features. ഇവിടെ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ചോദിച്ചിട്ടുണ്ട്. വീണ്ടും വേറൊരു എക്സാമിന് അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്കേഴ്സ് നീഡ് ക്വാളിറ്റേറ്റീവ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഫോർ ടേക്കിംഗ് അപ്രോപ്രിയേറ്റ് ഡിസിഷൻസ്. വാട്ട് ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഡു ദേ എക്സ്പെക്ട് ഇൻ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. നോക്കൂ, ക്രെഡിറ്റേഴ്സിനും അതുപോലെ തന്നെ ബാങ്കേഴ്സിനൊക്കെ ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുണ്ട് ഇങ്ങനെയുള്ള വിവരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻ എന്നതിനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ അപ്പോൾ ക്വാളിറ്റേറ്റീവ് ഇൻഫോർമേഷൻസ് ഏതൊക്കെയാണ്
എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ഐഡിയ വേണം. വീണ്ടും കഴിഞ്ഞ എക്സാമിനും അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അക്കൗണ്ടിങ് പൊസസസ് സെർട്ടൈൻ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ്, ലിസ്റ്റ് ദം എന്ന് പറഞ്ഞ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ക്വാളിറ്റേറ്റീവ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. റിലയബിലിറ്റി, റെലവൻസ്, അതുപോലെ അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പയറബിലിറ്റി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ദെൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് എന്ന കാര്യം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ബേസ് ലെവലിലുള്ള ആളുകളാണെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റാർട്ടിങ്ങിലാണ് നിങ്ങൾ നിൽക്കുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ. ദെൻ അപ്പോൾ ബേസിക്കായി ഒരുപാട് കാര്യങ്ങൾ വീണ്ടും ചോദിക്കും. ദെൻ അതുപോലെ ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്ങിലെ ബേസിക് ആയ ടേംസ് കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതെന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഐറ്റംസ് ആസ് റവന്യൂ, എക്സ്പെൻസ്, ഗെയിൻ ആൻഡ് പ്രോഫിറ്റ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് തന്നിട്ടുണ്ട്. അതിങ്ങനെയുള്ള കാറ്റഗറിയിലേക്ക് മാറ്റുകയാണ് വേണ്ടത്. ഓക്കെ, ദെൻ നോക്കൂ, പ്രോഫിറ്റ് അതിലൊന്നാമത്തെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ബിസിനസ് റൺ ചെയ്ത സമയത്ത് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിരുന്നു. ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു, അതിലൂടെ ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ അതെന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, നോക്കൂ പേരിൽ തന്നെ ഉണ്ടല്ലേ, പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഗെയിൻ ആണ്, നമുക്ക് നേട്ടമാണ് അല്ലേ. ദെൻ അപ്പോൾ നമ്മൾ നേട്ടം ഗെയിൻ എന്ന് പറഞ്ഞതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഇൻട്രസ്റ്റ് റെസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺ ആയിട്ട് നമുക്ക് കുറച്ച് ക്യാഷ് കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിനെ റവന്യൂ എന്ന പേരിലാണ് അറിയപ്പെടുക. റവന്യൂ ശ്രദ്ധിക്കണേ, അസറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇങ്ങോട്ട് കിട്ടുന്നത് റവന്യൂ ആയിരിക്കും, അസറ്റുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകുന്നത് എക്സ്പെൻസ് ആയിരിക്കും എന്ന കാര്യം ഓർത്തു വെച്ചാൽ വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മൂന്നാമത്തെ ഗുഡ്സ് സോൾഡ് അറ്റ് എബവ് കോസ്റ്റ്, കോസ്റ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു ക്യാഷ് നമ്മൾ സാധനം വിൽക്കുന്നു. അപ്പോൾ നിലവിൽ 20 രൂപയായ ഒരു പ്രോഡക്റ്റ് നമ്മൾ 25 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ 5 രൂപ എന്താണ്? പ്രോഫിറ്റാണ്. അപ്പോൾ അത് പ്രോഫിറ്റായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ദെൻ നാലാമത്തേത് ഡിപ്രീസിയേഷൻ ആണ്. ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞു, അസറ്റുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകുന്നതെല്ലാം അങ്ങോട്ട് പോകുന്നതെല്ലാം എക്സ്പെൻസ് ആണെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് അസറ്റുമായി ബന്ധപ്പെട്ടുള്ള ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടല്ലേ വരിക. തേയ്മാനം സംഭവിക്കുന്നത് ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ ഫിക്സഡ് അസറ്റുമായി ബന്ധപ്പെട്ട സാധനം അങ്ങോട്ട് പോകുന്നതായത് എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നോക്കൂ, 4 കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ചോദ്യത്തിൽ. ഒന്ന് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് നമ്മൾ ഗെയിൻ ആയിട്ട് കണക്കാക്കി. ദെൻ ഇൻട്രസ്റ്റ് റെസീവ്ഡ്, അത് നമ്മൾ റവന്യൂ ആയിട്ട് കണക്കാക്കി. ദെൻ ഗുഡ്സ് സോൾഡ് അറ്റ് എബവ് കോസ്റ്റ്, അത് നമ്മൾ പ്രോഫിറ്റ് ആയിട്ട് കണക്കാക്കി. ദെൻ ഡിപ്രീസിയേഷൻ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കി. നോക്കൂ, ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നേരത്തെ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും ഏതൊക്കെയാണെന്ന് തരംതിരിക്കാൻ ഉണ്ടാവാറുണ്ട് എക്സ്പെൻസിൻ്റെ ഭാഗത്ത്. ഇതൊക്കെ ഒന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ക്യാപിറ്റൽ കുറച്ച് ഐറ്റംസ് തന്നിട്ട് ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ എന്നുള്ളത് നോക്കുക. സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, ദെൻ അസറ്റും ലൈബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. അസറ്റ് ലൈബിലിറ്റി, അസറ്റ് വാങ്ങുക, വിൽക്കുക, ലോൺ എടുക്കുക, ഇതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിരിക്കും. ദെൻ നോർമൽ ഡേ ടു ഡേ ബിസിനസ് റൺ ചെയ്യാനുള്ളതും ദെൻ അസറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇൻകം എക്സ്പെൻസുകളെല്ലാം നമ്മൾ റവന്യൂ നേച്ചറിലുള്ള കാര്യങ്ങളായിരിക്കും എന്നതും ഓർത്തു വെക്കുക. നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എ സ്റ്റുഡൻറ്റ് ഓഫ് 11th കൊമേഴ്സ് ദെൻ ആഫ്റ്റർ ഗോയിങ് ത്രൂ ദ ടോപ്പിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഒരു +1 പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, കൊമേഴ്സ് സ്റ്റുഡൻറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന ടോപ്പിക്കിലൂടെ പോയപ്പോൾ ഹാസ് ക്ലാസിഫൈഡ് സെർട്ടൻ എക്സ്പെൻഡിച്ചേഴ്സ് ഗിവൺ ബിലോ. അവർ കുറച്ച് കാര്യങ്ങൾ അവിടെ താഴെ ചെയ്തിട്ടുണ്ട്. ദെൻ ഡു യു എഗ്രി വിത്ത് ദ എബവ് ക്ലാസിഫിക്കേഷൻ? ഇഫ് നോട്ട് കറക്റ്റ് ഇട്ട്, നമ്മളത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ ചെയ്തത്. ഇനി സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ, എഗ്രി ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിച്ചത്. നോക്കൂ, ദെൻ ഇവിടെ അവർ കുറേ കാര്യങ്ങൾ തെറ്റായിട്ട് കൊടുത്ത് ഞാൻ അതിൻ്റെ കോർ സാധനം പറയാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയി ഇവിടെ എക്സാമ്പിൾ മെഷീനറി പർച്ചേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. അതുപോലെ തന്നെ മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യുന്നതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് വരുന്നതാണ്. ദെൻ അതുപോലെ റെൻറ്റ് കൊടുക്കുന്നത്, സാലറി കൊടുക്കുന്നത്, ദെൻ ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, അതുപോലെ തന്നെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, ഇതെല്ലാം സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ലാൻഡ്, ബിൽഡിങ്, മെഷീനറികളെല്ലാം പർച്ചേസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. എന്നാൽ പിന്നെ നമ്മൾ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വാങ്ങുന്ന നമ്മുടെ സ്റ്റേഷനറി സാധനങ്ങളില്ലേ, ഇത് റവന്യൂ
എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കുന്നതാണ്. നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇതൊക്കെ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഇത്രയധികം ക്വസ്റ്റ്യൻസ് വളരെ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമേ നമ്മളിവിടെ എടുത്തുള്ളൂ. കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ചാപ്റ്ററിൽ അതിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അക്കൗണ്ടിങ് കൺസെപ്റ്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ പല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് നോക്കാം. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്താണ് എന്നതിനെക്കുറിച്ച് ചോദ്യം നേരത്തെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് വീണ്ടും 2 പ്രാവശ്യം വന്നു. ദെൻ അതിലെ ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ, വിച്ച് അസംഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ക്യാപിറ്റൽ സപ്ലൈസ് ബൈ ദ പ്രൊപ്രൈറ്റേഴ്സ് ഈസ് എ ലയബിലിറ്റി ടു ദ ബിസിനസ്, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 1 or 2 സെൻറ്റൻസ്. 1-2 സെൻറ്റൻസിൽ ആ പറഞ്ഞ നമ്മുടെ ഓണേഴ്സും അതുപോലെ തന്നെ ബിസിനസ്സും രണ്ടാണ് എന്ന് പറയുന്ന എൻറ്റിറ്റി ഏതാണ് എന്നതിനെക്കുറിച്ചാണ്, പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചത്. അത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റാണ് അത് ചോദിച്ച ക്വസ്റ്റ്യന്. അപ്പം നമ്മളോട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടത് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റിനെ കുറിച്ചാണ് എന്നത് ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ വേറെ എക്സാം റിപ്പീറ്റ് ചെയ്ത ചോദ്യം, ദ കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എൻറ്റിറ്റി അസ്യൂംസ് ദാറ്റ് ബിസിനസ് ഹാസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ്. അപ്പോൾ ബിസിനസ്സിൽ നിന്ന് അതിൻ്റെ ബിസിനസ് ഓണേഴ്സും തമ്മിൽ സെപ്പറേറ്റ് ആണ് എന്നുള്ളതാണ്. ദെൻ അത് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യണം എന്നതാണ് പറഞ്ഞ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഈ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം വന്നിട്ടുണ്ട് നേരത്തെ എക്സാമിന്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. തൊട്ട് മുന്നേ പറഞ്ഞ മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ബിസിനസ്സിലെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നമ്മൾ മോണിറ്ററി മെഷർമെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനാണ് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഗോയിങ് കൺസേൺ പേരിൽ തന്നെ ഉണ്ടല്ലേ, തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിസിനസ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ബിസിനസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഗോയിങ് കൺസേൺ, നമ്മളൊരു അസറ്റൊക്കെ ബിസിനസ്സിൽ ട്രീറ്റ് ചെയ്യുന്നത് ഗോയിങ് കൺസേൺ എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ബിസിനസ് പെട്ടെന്ന് അവസാനിക്കുന്നതല്ല, അത് തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു കോൺസെപ്റ്റ് കൂടിയാണ് എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ, ഗോയിങ് കൺസേൺ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫിക്സഡ് അസറ്റ് ആർ റെക്കോർഡഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. നോക്കൂ, ഫിക്സഡ് അസറ്റുകൾ നമ്മൾ ഒരു 1,00,000 രൂപയുടെ അസറ്റ് വാങ്ങി അത് നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിച്ച് വരുന്നു. ദെൻ ആ അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത ക്യാഷ് ഒരൊറ്റ വർഷത്തിൽ തന്നെ മുഴുവനായിട്ടുണ്ട് ബിസിനസ്സിന് എടുക്കല്ല ചെയ്യുക. അപ്പോൾ ബിസിനസ് മൊത്തം താളം തെറ്റും. നമ്മൾ തൽക്കാലം അത് എടുത്ത് ഉപയോഗിച്ചാലും നമ്മൾ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് പതുക്കെ പ്രോഫിറ്റിൽ നിന്ന് അതിങ്ങനെ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഓരോ വർഷവും അതിൽ നിന്ന് ഇങ്ങനെ മാറ്റിവെക്കും. ഇങ്ങനെ ചെയ്യുന്നതാണ് ഈ ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനപ്പോൾ ഇവിടെ പറഞ്ഞത് ഫിക്സഡ് അസറ്റ് ആർ റെക്കോർഡഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഷോൺ ദ ബാലൻസ് ഷീറ്റ് അറ്റ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. നോക്കൂ, ഓരോ വർഷവും അതിൻ്റെ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ ലെസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ അങ്ങനെ ഗോയിങ് കൺസേണുമായി ബന്ധപ്പെട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് നോക്കണം. ദെൻ അതുപോലെ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് നോക്കൂ. എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ, 31 മാർച്ച്, ദെൻ പിന്നെ അതിൻ്റെ ഇയർ ആയിരിക്കും ഉണ്ടാവുക. 31 മാർച്ചിനാണ് നമ്മൾ അക്കൗണ്ടിങ് ക്ലോസ് ചെയ്യുന്നത്. ദെൻ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ടിങ് പീരീഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കുറച്ച് കൂടുതൽ വലിയ മാർക്കിന് 4 മാർക്കിന് 5 മാർക്കിന് ഒക്കെ ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ദെൻ അഥവാ കുറച്ച് കോൺസെപ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഏത് കോൺസെപ്റ്റാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, ദെൻ അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, എ കമ്പനി ഫോളോസ് ദ സെയിം മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ലാസ്റ്റ് 5 ഇയേഴ്സ്. കഴിഞ്ഞ 5 വർഷമായിട്ട് എന്ത് ചെയ്യുന്നു, ആ കമ്പനി ഒരേ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ അതിന് പറയുന്ന ഏത് കോൺസെപ്റ്റാണ് നിങ്ങൾ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റുകൾ ഭാഗം വായിക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക. അത് കൺസിസ്റ്റൻസി കോൺസെപ്റ്റാണ് എന്നുള്ള കാര്യമാണ്. ദെൻ ഓർത്ത് വെക്കണം, നിങ്ങൾ വായിക്കുമ്പോൾ അത് കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് കൊടുത്താൽ മതി. 2, എ ഫേം അസർട്ടൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇയർ. ഓരോ വർഷവും എന്ത് ചെയ്യുന്നു, ഫേം അതിൻ്റെ ലാഭവും നഷ്ടവും കണക്കാക്കുന്നു. ഞാൻ തൊട്ട് മുന്നേ തന്നെ പറഞ്ഞു, അതേതാ അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റാണ്. ഒരു വർഷത്തേക്ക് മാത്രം റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. ഓരോ വർഷത്തെയും റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. മൂന്നാമത്തേത്, എ ഫേം റെക്കോർഡ്സ് പർച്ചേസ് ഓഫ് അസറ്റ്സ് അറ്റ്
കോസ്റ്റ് പ്രൈസ് ഓൺലി. ഒരു ഫേം അതിൻ്റെ കോസ്റ്റ് പ്രൈസിൽ മാത്രം റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അതെന്താ കോസ്റ്റ് കൺസെപ്റ്റാണ്, പേരിൽ തന്നെ ഉണ്ട് കോസ്റ്റ് കൺസെപ്റ്റാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നാലാമത്തേത് ഓൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആർ ഡിഡക്റ്റഡ് ഫ്രം ദ ടോട്ടൽ എക്സ്പെൻസ് പെയ്ഡ്. ശ്രദ്ധിക്കണേ, എല്ലാ പ്രീപെയ്ഡ് എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടൽ എക്സ്പെൻസ് പെയ്ഡ് എന്ന് പറഞ്ഞതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ മാച്ചിങ് കൺസെപ്റ്റ് പ്രകാരം നമ്മൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ നടക്കുന്ന എക്സാക്റ്റ് കാര്യം എന്താണ് അത് മാത്രമാണ് നമ്മൾ അപ്പോൾ എടുക്കേണ്ടത്. ദെൻ പ്രീപെയ്ഡ് ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ലെസ് ചെയ്യണം. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഏതെങ്കിലും ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ആഡ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. അപ്പോൾ ആ റൺ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കൂട്ടണം. അതിന് ലെസ് ചെയ്യാനുള്ള ലെസ് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടാനുള്ളത് കൂട്ടുക എന്നുള്ളതാണ്. ഔട്ട്സ്റ്റാൻഡിങ് സാലറിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. സമയക്കുറവുകൊണ്ട് നമുക്ക് കൂടുതൽ അതിലേക്ക് പോകാനൊന്നുമില്ല. ദെൻ മറ്റൊന്ന്, ഈ ഡ്യുവൽ ആസ്പെക്റ്റ് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഒക്കെയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഓർമ്മയിൽ അതുകൂടെ എടുക്കണം എന്നുള്ളത്. ഇങ്ങനെ അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് വിവിധ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ നന്നായിട്ട് വായിച്ചിട്ട് പോകണം. ദെൻ അതിൽ ഡ്യുവൽ ആസ്പെക്റ്റും അതുപോലെ ഗോയിങ് കൺസേണും അതുപോലെ കൺസിസ്റ്റൻസിയും കൺസർവേറ്റീവ്സും മാച്ചിങ് പ്രിൻസിപ്പിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ട് അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇതാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ ട്രാൻസാക്ഷൻ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രാൻസാക്ഷൻ റെക്കോർഡിങ് നമുക്കറിയാം, നമ്മുടെ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ തന്നെ അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങളതൊന്ന് ഓർത്ത് വെക്കണം. അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലേ. ലൈബിലിറ്റിയും ക്യാപിറ്റലും കൂടെ കൂട്ടിയതാണ് നമ്മുടെ അസറ്റ് സൈഡ് എന്ന് പറയുന്നത്. കൂട്ടിയ ഭാഗം ഒരു സൈഡിലും ദെൻ അതുപോലെ തന്നെ അസറ്റ് മറ്റൊരു സൈഡിലും. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ പ്രിൻസിപ്പിൾ കണക്കാക്കുക. അസറ്റ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ, ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ ഒരു ഭാഗത്തും അസറ്റ് മറ്റൊരു ഭാഗത്തുമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ അസറ്റ് സമം 10 എന്ന് കൊടുക്കുക, ദെൻ ലൈബിലിറ്റി സമം 6 എന്ന് കൊടുക്കുക, ദെൻ ക്യാപിറ്റൽ സമം 4 എന്ന് കൊടുക്കുക. അപ്പോൾ 10 സമം 6 + 4 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി അത് എങ്ങനെ തിരിച്ചു മറിച്ചിട്ടാൽ നിങ്ങൾക്ക് ആ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ആ വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലാകും. അഥവാ ലൈബിലിറ്റി ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ എന്ന് വരും, ക്യാപിറ്റൽ ഈക്വൽ ടു അസറ്റ് മൈനസ് ലൈബിലിറ്റി എന്ന് പറയും. ഓക്കെ, ദെൻ ഈ കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് സെറ്റ് ചെയ്യണം. നേരത്തെ ചോദിച്ചിട്ടുണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഷോ ദി എഫക്റ്റ് ഓഫ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഓൺ അസറ്റ് ലൈബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ ത്രൂ അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ വെച്ചിട്ട് അസറ്റ് ലൈബിലിറ്റി ക്യാപിറ്റൽ നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇക്വേഷൻ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, then അതൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വരക്കണം. നിങ്ങൾ ബുക്കിലുണ്ടാവും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും എന്നുള്ളതാണ്. അക്കൗണ്ട് ഇക്വേഷൻ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അവിടെ വിട്ടു പോകരുത്. അവിടെ അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ഇൻകം എന്താണ്, എക്സ്പെൻസ് എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു കറക്റ്റ് ഒരു ഐഡിയ വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ ജേർണലൈസിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ജേർണലുകൾ എഴുതാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാക്കണം. ദെൻ അതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ജേർണലിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ നിങ്ങൾക്കറിയാലോ. ദെൻ ഡേറ്റ് ഉണ്ടാകും, പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും. LF ജേർണൽ ചെയ്യുമ്പോൾ നമ്മൾ LF ആണ് എഴുതുക. LF മീൻസ് ലെഡ്ജർ ഫോളിയോ. നമ്മൾ ഏത് ലെഡ്ജറിലേക്കാണ് ഇത് പോകുന്നത് അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ് ലെഡ്ജർ ഫോളിയോ എന്ന് പറയുന്നത്. നിങ്ങളത് ചിലപ്പോൾ എഴുതാനൊന്നും ഉണ്ടാവില്ല, പക്ഷേ അതിൻ്റെ കോളം നിർബന്ധമായിട്ട് പ്രൊവൈഡ് ചെയ്യണം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ദെൻ പിന്നെ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട് ഒക്കെ കൊടുക്കുക. ഓക്കെ, ദെൻ ആ രൂപത്തിൽ ജേർണലൈസിങ്ങിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ സ്റ്റെപ്പുകൾ കാര്യങ്ങളൊക്കെ നോക്കണം. അതിലെ ഡേറ്റ് കോളങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കോളത്തിന് നല്ല പ്രാധാന്യമുണ്ട്. ചെറിയ കോളല്ലേ എന്ന് കരുതിയിട്ട് JFൻ്റെ കോളം വിട്ടു പോകരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും സെപ്പറേറ്റ് ആക്കിയിട്ട് എഴുതുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. ഒരു പർട്ടിക്കുലർ കോളവും 2 എമൗണ്ട് കോളാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ ഒന്നുകൂടെ സൗകര്യം സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും എന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള കാര്യങ്ങൾ കൂടെ നിങ്ങൾ നന്നായിട്ട് നോക്കണം. ദെൻ റെക്കോർഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവരുത്. ഡെബിറ്റ് സൈഡിലേക്ക് വരുന്ന കാര്യങ്ങൾ ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡിലേക്ക് വരുന്ന കാര്യങ്ങൾ ക്രെഡിറ്റ് സൈഡിലേക്ക്. അതിൻ്റെ റൂള് നിർബന്ധമായിട്ടും നിങ്ങളുടെ മൈൻഡിലുണ്ടാവണം. ദെൻ അസറ്റ്, ലയബിലിറ്റി, ഇൻകം, എക്സ്പെൻസ്, ക്യാപിറ്റൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ഒരു ബിസിനസ്സിൽ ആകെ ഉണ്ടാവുക. അതായത് ഒരു ബിസിനസ്സിലേക്ക് 1 രൂപ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മളാവുന്ന അക്കൗണ്ടൻ്റെ ഡ്യൂട്ടി എന്താ? 1 രൂപ ബിസിനസ്സിലേക്ക് വന്നാൽ
അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. 1 രൂപ പോയാൽ അതും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് എടുക്കാനുള്ള ക്യാഷ് അല്ല, നമ്മളിവിടെ ജസ്റ്റ് ഒരു പ്രൊഫഷൻ മാത്രമാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ആ വന്ന രൂപ എവിടെ റെക്കോർഡ് ചെയ്യും? ആ വന്ന രൂപ ഒന്നുകിൽ അസറ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ ലയബിലിറ്റി ആയിരിക്കും, ഇല്ലെങ്കിൽ അത് ക്യാപിറ്റൽ ആയിരിക്കും, ഇല്ലെങ്കിൽ അത് ഇൻകം ആയിരിക്കും, ഇല്ലെങ്കിൽ അത് എക്സ്പെൻസ് ആയിരിക്കും. ഈ 5 ഹെഡുകളിൽ മാത്രമേ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ട്രാൻസാക്ഷന് ഉണ്ടാവുള്ളൂ എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ആ വന്ന 1 രൂപ ഈ 5-ൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ബേസ് ആയിരിക്കും ഉണ്ടാവുക എന്ന കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, ദെൻ അത് വെച്ചിട്ട് അതിൻ്റെ ട്രാൻസാക്ഷനുകൾ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകം നോക്കുക. അസറ്റിൻ്റെ ആ പ്രിൻസിപ്പിള് നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ ആ പ്രിൻസിപ്പിള് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം പെറ്റി ക്യാഷ് തയ്യാറാക്കാനാണ്. പലപ്പോഴും +1 റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നൊരു കാര്യമാണ് പെറ്റി ക്യാഷ് തയ്യാറാക്കുക. പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, അതായത് ഒരു മെയിൻ അക്കൗണ്ടൻ്റ് അവിടെ ഉണ്ടാകും. മെയിൻ അക്കൗണ്ടിന് ചെറിയ ചെറിയ ട്രാൻസാക്ഷനുകളൊക്കെ ഹൈലി റിസ്ക് ആകും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഒരു സബ്ബായിട്ടുള്ള ഒരാളെ കൂടി ഇതിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കും. അയാളുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറിയ ട്രാൻസാക്ഷനുകളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നു. നമ്മളൊരു ബാങ്കിലേക്ക് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ദെൻ 20,000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ ഒരു ഭാഗത്ത്, അതിൻ്റെ മുകളിൽ 50,000 രൂപയ്ക്ക് മുകളിലുള്ള ട്രാൻസാക്ഷൻ മറ്റൊരു ഭാഗത്ത്. ഇങ്ങനെ സൗകര്യപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ഈസി റെക്കോർഡിങ്ങിന് വേണ്ടിയും ദെൻ ഈസി ക്യാഷ് ഹാൻഡ്ലിങ്ങിന് വേണ്ടി കൂടിയാണ്. ഇതുപോലെ ബിസിനസ്സിൽ ഒരു പെറ്റി ക്യാഷർ ഉണ്ടാവുന്നത് സാധാരണയാണ്. ദെൻ അപ്പോൾ എന്ത് ചെയ്യും, മെയിൻ ക്യാഷർ ഇയാൾക്ക് കുറച്ച് ക്യാഷ് രാവിലെ തന്നെ കൊടുക്കും. എന്നിട്ട് ഡേ ടു ഡേ എക്സ്പെൻസുകൾ അയാൾ എന്ത് ചെയ്യും, ചെറിയ ചെറിയ 100 രൂപ, 50 രൂപ, 25 രൂപ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ട്രാൻസാക്ഷനുകൾ അദ്ദേഹമാണ് റെക്കോർഡ് ചെയ്തു വെക്കുക. അതാണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന ഭാഗം. നിങ്ങൾ ഓർത്ത് വെക്കണം. പെറ്റി ക്യാഷ് ബുക്ക് ഇതിൻ്റെ ഒരു എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ഭാഗമാണ്. ആ പെറ്റി ക്യാഷ് ബുക്ക് തയ്യാറാക്കുന്ന ഒരു ഭാഗം അല്ലേ. ക്യാഷ് റിസീവ്ഡ് തുടങ്ങിയിട്ട് അതിലോരോ എക്സ്പെൻസുകളും നമ്മൾ ഓരോ കോളമാക്കി തരം തിരിച്ചിട്ട് എഴുതി വെക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് നമ്മൾ വിട്ടു പോകുന്നൊരു കാര്യം, ക്യാഷ്യറിന് റിസീവ് ചെയ്ത എമൗണ്ട് നമ്മൾ മെൻഷൻ ചെയ്യാൻ വിടാറുണ്ട്. അതൊരിക്കലും വിട്ടു പോകരുത്. മെയിൻ ക്യാഷ്യറുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു എമൗണ്ട് നിർബന്ധമായിട്ടും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എക്സ്പെൻസുകളൊക്കെ എങ്ങനെയാണ് പോകുക എന്നുള്ളത് നമ്മൾ എഴുതി വെക്കുന്നത്. ദെൻ അങ്ങനെ നമ്മൾ വ്യത്യസ്ത ജേണലുകളും നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യാം. 4-ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്, ഓർത്ത് വെക്കണം. 5-ാമത്തെ ചാപ്റ്ററിൽ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പേരിൽ തന്നെ ഉണ്ടാകുന്നത്. പലപ്പോഴും പല ആളുകൾക്കും മൈൻഡിലേക്ക് പെട്ടെന്ന് ഓടി വരാത്തൊരു സാധനമാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. പേരിൽ തന്നെയുണ്ട് അല്ലേ, റീകൺസിലിയേഷൻ എന്ന് പറഞ്ഞാൽ അത് ഈക്വൽ ആക്കുക, സമമാക്കുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇടപാടും ബാങ്കിൽ നമ്മൾ നടത്തുന്ന ഇടപാടും തമ്മിൽ ഒരു സമമാക്കുന്ന പരിപാടിയാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ചെക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചെക്ക് കൊടുത്ത ആൾ ബാങ്കിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ അയാൾ കുറച്ച് വൈകിട്ടാണ് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ബുക്കിൽ ചെക്ക് ഇഷ്യൂ ചെയ്തായിട്ട് കാണിക്കുകയും ചെയ്യും. നമ്മുടെ തന്നെ ബാങ്കിലുള്ള നമ്മുടെ അക്കൗണ്ടിൻ്റെ റെക്കോർഡിൽ ആ ചെക്കിൻ്റെ ക്യാഷ് അതിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളൊരു 50,000 ചെക്ക് ഇഷ്യൂ ചെയ്താൽ നമ്മളിവിടെ 50,000 ചെക്ക് ഇഷ്യൂ ചെയ്തെന്ന് കാണിക്കും, പക്ഷേ ബാങ്കിൽ നിന്ന് 50,000 പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് സമമാക്കണം. അതിനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഈ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്കിങ് ഇടപാടുകൾ കൂടുതലായിട്ട് നടന്നത് കൊണ്ട് ഇതൊരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ്. നിങ്ങൾ അതിനെക്കുറിച്ചാണ്ട് കാര്യങ്ങൾ നോക്കി വെക്കണം. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ ഫോർമാറ്റുകൾ, ദെൻ അതേപോലെ തന്നെ അതിനുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസുകളും നിങ്ങളുടെ ഭാഗത്തുണ്ട്. അത് മാത്രമാണ് ആ ഒരു ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട് വരുന്നത്. ഓക്കെ, ദെൻ പിന്നെ വരുന്നത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സുകളാണ്. ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് അവിടെ ശ്രദ്ധിക്കണം. ട്രയൽ ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി തുടക്കത്തിൽ പറഞ്ഞു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദെൻ റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സുകൾ ഒരുപാട് സംഭവിക്കാറുണ്ട്. എറേഴ്സ് ഓഫ് ഒമിഷൻ, എറേഴ്സ് ഓഫ് കമ്മീഷൻ ഒക്കെ പറഞ്ഞിട്ട്, അതുപോലെ തന്നെ കോമ്പൻസേറ്റിംഗ് എറർ, ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എററുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് നിങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെക്കണം. ടൈം ഷോർട്ട് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. അത് നിങ്ങളുടെ മൈൻഡിൽ ഓർത്ത് വെക്കണം. ദെൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യണം. ദെൻ ആ പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കണം നിങ്ങൾ. ഒപ്പം തന്നെ ഡിപ്രീസിയേഷനും പ്രൊവിഷനും എന്തൊക്കെയാണെന്നുള്ളതും അവിടെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യന്, റിസർവും പ്രൊവിഷനും തമ്മിലുള്ള ഡിഫറൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്
റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. റിസർവ് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും മാറാറുണ്ട്. റിസർവ് പ്രൊവിഷൻ ഒന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടും ഫ്യൂച്ചറിലേക്ക് തന്നെയാണ് മാറ്റിവെക്കുന്നത്. പക്ഷേ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രൊവിഷൻ എന്ന് പറയുക. ഇന്ന ആവശ്യത്തിന് അത് പ്രൊവിഷനാണ്. എന്നാൽ പ്രത്യേക ആവശ്യമൊന്നുമില്ലാതെ നമ്മൾ പൊതുവായിട്ട് മാറ്റിവെക്കുകയാണെങ്കിൽ അത് റിസർവാണ്. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ജനറൽ റിസർവ് കാണാറുണ്ട്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് മാറ്റിവെക്കുന്ന റിസർവാണ്. പക്ഷേ ജനറൽ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ എവിടെയും കാണാറില്ല. അതിൻ്റെ കാരണം പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യമാണ്. പ്രൊവിഷൻ ഫോർ ഡെപ്റ്റേഴ്സ്, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ക്രെഡിറ്റേഴ്സ്, അല്ലേ? ഇങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയിട്ടൊരു ആവശ്യം അതിനുണ്ടാകുമെന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം നിങ്ങൾ ആ ഒരു ലെവൽ ആലോചിച്ചാൽ നിങ്ങൾക്കത് കൂടുതലായിട്ട് കിട്ടുമെന്നുള്ളതാണ്. ദെൻ ഫൈനലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ലോങ് എസ്സേയിലൊക്കെ വരുന്നൊരു ഭാഗമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ബാലൻസ് ഷീറ്റ് നിങ്ങൾ നന്നായിട്ട് നോക്കണം. ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമുക്ക് ടൈം ഷോർട്ട് ആയതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ അതിൻ്റെ ഫോർമാറ്റിലേക്ക് ചെയ്യാം. അവിടെ നിങ്ങൾ ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ആദ്യം ട്രേഡിംഗ് അക്കൗണ്ടാണ് തയ്യാറാക്കുക. അവിടെ ഉള്ള ഒരു ചെറിയൊരു ഒരു സാധാരണഗതി സിമ്പിൾ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്കറിയാം വേജസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തി വെക്കുക, അല്ലെ? ഡയറക്റ്റ് ആയിട്ട് എക്സ്പെൻസാണ്. സാലറി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തി വെക്കാറുള്ളത്. എന്നാൽ വേജസ് ആൻഡ് സാലറി എവിടെ രേഖപ്പെടുത്തും? വേജസ് ആൻഡ് സാലറി കുട്ടികൾ കൺഫ്യൂഷനാണ്. ദെൻ അതേപോലെ സാലറി ആൻഡ് വേജസ് ആണ് വന്നതെങ്കിൽ എവിടെ രേഖപ്പെടുത്തുക? ഓർത്തു വെക്കണം, വേജസ് ആൻഡ് സാലറി, ആദ്യം വേജസ് ആണ് പിന്നെ സാലറിയാണ്. വേജസ് ആൻഡ് സാലറി അങ്ങനെയാണെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് രേഖപ്പെടുത്തേണ്ടത്. സാലറി ആൻഡ് വേജസ് ആണെങ്കിൽ ആദ്യം വന്നത് സാലറിയാണ്, മുന്നിൽ സാലറി ആണെങ്കിൽ സാലറി ആൻഡ് വേജസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടത്. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൻ്റെ ഭാഗത്ത് ഓർത്തു വെക്കണം. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൂടെ നമ്മൾ ടച്ച് ചെയ്ത് പോയതാണ്. ദെൻ ഡീറ്റെയിൽഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മൈൻഡിൽ ഓർത്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ നമ്മുടെ വീടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ A to Z കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. എന്നാൽ പെട്ടെന്ന് നിങ്ങളുടെ വൈറ്റ് ഹൗസിനെ കുറിച്ച് 2 വാക്ക് പറയൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെക്കുറിച്ച് കാര്യമായ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. എവിടെയെങ്കിലും കണ്ട പിക്ചറുകൾ മാത്രമേ നമ്മുടെ മൈൻഡിൽ ഓർമ്മയുണ്ടാവുള്ളൂ, അല്ലേ? എന്നാൽ ഇതേപോലെയാണ് നമ്മൾ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നിരന്തരം പരിചരിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് എക്സാമിന് വരുന്നതെങ്കിൽ അതിൻ്റെ A to Z കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ ഒരിക്കൽ പോലും പരിചരിക്കാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒന്നും എഴുതാൻ കഴിയില്ല. അപ്പോൾ വീണ്ടും വീണ്ടും പരിചയിക്കുക എന്ന് പറയുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നന്നായിട്ട് നമ്മൾ ആയുധങ്ങൾ മൂർച്ച കൂട്ടണം. അതിനുവേണ്ടി നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യണം. വളരെ കുറഞ്ഞ പീരീഡിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു കഠിനാധ്വാനത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത അപ്പുറത്തായിരിക്കും അതിൻ്റെ വിജയം ഉണ്ടാവുക. എല്ലാവിധ വിജയാശംസകളും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു.